ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഒന്നാം പ്രതി പത്മകുമാറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കും 2-3 പ്രതികളായ അനിതകുമാരിയെയും അനുപമയെയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കുമാണ് മാറ്റിയത്. മിഥുൻ മുരളി നൽകും കൂടുതൽ വിവരങ്ങൾ. മിഥുൻ, വിശദാംശങ്ങൾ. 3 പ്രതികളുടെയും ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധി ഇന്നാണ് അവസാനിച്ചത്. ഇന്ന് പ്രതികളെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് പ്രതികളെ 3 പേരെയും തിരുവനന്തപുരത്തെ ജയിലുകളിലേക്ക് മാറ്റുകയായിരുന്നു. ഇനി റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കുണ്ടെങ്കിൽ, തെളിവെടുപ്പും കൂടുതൽ മൊഴിയെടുക്കലും അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ പ്രതികൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ പ്രതിഭാഗം നൽകിയിട്ടില്ല. തുടർന്ന് ഇനി വരുന്ന ദിവസങ്ങൾ പ്രതിഭാഗം ജാമ്യാപേക്ഷ നൽകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ ഒന്നാം പ്രതി പത്മകുമാറിനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കും 2-3 പ്രതികളായ ഭാര്യ അനിതകുമാരിയെയും മകൾ അനുപമയെയും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കുമാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് സംബന്ധിച്ചിട്ടുള്ള പല നിർണായക വിവരങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അന്വേഷണ സംഘം നടത്തിയ തെളിവെടുപ്പും അതോടൊപ്പം തന്നെ മൊഴിയെടുക്കലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ ബാഗിൽ ഈ വ്യാജ നമ്പർ പ്ലേറ്റിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്താനായതും കേസിൽ നിർണായകമായി. സാമ്പത്തിക ബാധ്യതകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കൃത്യമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ കസ്റ്റഡി കാലാവധി ആവശ്യമുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ കൂടുതൽ നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നിലവിലെ തീരുമാനം. ശരി, മിഥുൻ.